നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 വന്നിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് NA ആക്ട് എന്ന് പറയുന്നത്. 1881 വന്നത്. 1882 എന്താ കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, പാസ്ഡ് ഇൻ ദ ഇയർ 1881, കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1882. അപ്പോൾ NA ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. NA ആക്ടിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് NA ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ബാങ്കർ ഇൻക്ലൂഡ്സ്. ബാങ്കർ എന്നുള്ള ടേമിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓപ്ഷൻ എ, എനി പേഴ്സൺ ആക്ടിങ് ആസ് എ ബാങ്കർ, എനി പേഴ്സൺ ആക്ടിങ് ആസ് ആൻ എംപ്ലോയി ഓഫ് എനി ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഓക്കെ, ഏതൊരു ബാങ്കിലെയും എംപ്ലോയിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കും. ഓപ്ഷൻ ബി, any person acting as a banker and any post office savings bank. Option C, any post office savings bank. Option D, any person acting as a managing director of any bank or post office savings bank. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റൻ എന്താ? ബാങ്കർ എന്നുള്ള ടേമിനകത്ത് ആരാണ് വരിക? സോ ആൻസർ ഏതാ? എനി പേഴ്സൺ ആക്ടിങ് ആസ് എ ബാങ്കർ. ഓക്കെ, ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാൾ ആൻഡ് എനി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കർ എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോമിസറി നോട്ട്. ഓക്കെ, പ്രോമിസറി നോട്ടിനൊരു എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. First one, I acknowledge myself to be indebted to B in rupees 1000 to be paid on demand for value receipt. Okay, ഇതാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ, മിസ്റ്റർ ബി, I owe you rupees 1000. നെക്സ്റ്റ്, I promise to pay B or order rupees 500. നെക്സ്റ്റ്, none of them. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രോമിസറി നോട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ പ്രോമിസറി നോട്ട്. എന്താ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്ററിൻ്റെ പേരിൽ ഡ്രോ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. ഓക്കെ, എന്താ അതിനകത്ത് ഉണ്ടായിരിക്കുക? അൺകണ്ടീഷണൽ പ്രോമിസ് ആണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. ഇന്ന ഡേറ്റിന് മുൻപ് ഇത്ര എമൗണ്ട് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്റ്റർ ക്രെഡിറ്ററിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പ്രോമിസറി നോട്ട് അല്ലേ? അതെ, ഫസ്റ്റ് വൺ പ്രോമിസറി നോട്ടാണ്. തേർഡ് വൺ നോക്കുക, ഐ പ്രോമിസ് ടു പേ ബി ഓർ ഓർഡർ rupees 500. ഇതും പ്രോമിസറി നോട്ടാണ്. ഓക്കെ, എത്രയാണ് എമൗണ്ട് എന്നും എങ്ങനെയാണ് പേ ചെയ്യാൻ പോകുന്നതെന്നും ഇവിടെ പെയ്ഡ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പേ ചെയ്യാൻ പോകുന്നത്, എത്രയാണ് എമൗണ്ട്, ഇതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേസമയം ഓപ്ഷൻ ബിയിൽ മിസ്റ്റർ ബി, ഐ ഓ യു rupees 1000. മിസ്റ്റർ ബി, ഐ ഓ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട് rupees 1000 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തരാം എന്ന് പറയുന്നില്ല. ഇന്ന ഡേറ്റിന് തരാം, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ തരാം, ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രോമിസറി നോട്ടിൽ എസെൻഷ്യലി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഏതിനകത്തില്ല? ഓപ്ഷൻ ബിയിലില്ല. അപ്പോൾ നോട്ട് ആൻ എക്സാമ്പിൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി, മിസ്റ്റർ ബി, ഐ ഓ യു rupees 1000. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is not correct about promissory note. പ്രോമിസറി നോട്ടിനെ കുറിച്ച് കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ഓക്കെ, കുറച്ച് ഫീച്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് കണ്ടെയ്ൻസ് എ കണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, ഇറ്റ് കണ്ടെയ്ൻസ് ദ എമൗണ്ട്, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, ദെൻ ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ മേക്കർ. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സൈൻഡ് ബൈ ദ മേക്കർ ശരിയല്ലേ? എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാതും, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഏതാണെങ്കിലും മേക്കർ സൈൻ ചെയ്യണം. ഓക്കെ, കമ്പൽസറി ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും റിട്ടേൺ ഫോമിൽ മാത്രമേ നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതും കറക്റ്റാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ എമൗണ്ട്, എത്രയാണ് എമൗണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ലേ? അതും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഫീച്ചർ അല്ലാത്തത് ഏതാണ്? നോട്ട് കറക്റ്റ് അബൌട്ട് പ്രോമിസറി നോട്ട് ഏതാണ്? ഇറ്റ് കണ്ടെയ്ൻസ് എ കണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ കണ്ടീഷണൽ അല്ല, അൺകണ്ടീഷണൽ ആണ്. പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും സ്പെസിഫൈ ചെയ്യാതെ ആയിരിക്കണം നമ്മൾ ഈ പ്രോമിസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The NI Act 1881 extends to only capital cities of the states, whole of India,
Then whole of India except state of Jammu and Kashmir, whole of India except Union Territories. NI Act എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് CSEBക്ക് പഠിക്കാനുള്ള ആക്ട്സ് NI ആക്ട്, സർഫസി ആക്ട്, ദെൻ PML ആക്ട്, ഇതുപോലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആക്ട്സും ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ഹോൾ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ ഒട്ടുക്കും ഈ ഒരു ആക്ട് എന്താണ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഹോൾ ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ പ്രോമിസറി നോട്ട്? ഓക്കെ, തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രോമിസറി നോട്ട്? I promise to pay B rupees 500 and to deliver to him my black horse on 1st January. Okay. Second, I promise to pay B rupees 500 7 days after my marriage with C. Third, I acknowledge myself to be indebted to B in rupees 1000 to be paid on demand for value received. Last one, I promise to pay B rupees 500 on D's death, provided D leaves me enough to pay that sum. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് പ്രോമിസറി നോട്ട് എന്നാണ് ചോദ്യം. ഓക്കെ, പ്രോമിസറി നോട്ട് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. അപ്പോൾ ഓപ്ഷൻ എ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡെലിവർ മൈ ബ്ലാക്ക് ഹോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഐ പ്രോമിസ് ടു പേ B rupees 500 7 days after my marriage with C. ഇവിടെയും അഡീഷണൽ ആയിട്ടൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഓൺ ഡീസ് ഡെത്ത്. ഓക്കെ, ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഉള്ളത് ഏതിലാണ്? ഓപ്ഷൻ സിയിലാണ്. ഐ അക്നോളജ് മൈസെൽഫ് ടു ബി ഇൻഡപ്റ്റഡ് ടു ബി ഇൻ rupees 1000 ടു ബി പെയ്ഡ് ഓൺ ഡിമാൻഡ് ഫോർ വാല്യൂ റിസീവ്ഡ്. സോ പ്രോമിസറി നോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി. Okay, next question. A check is a bill of exchange and has been defined under. Check എന്ന് പറയുന്നതൊരു bill of exchange ആണ്. Okay, check is a bill of exchange drawn on a specified banker എന്നാണ് ചെക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഏത് ആക്റ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്താൽ വരാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. Next question. The liability of the drawer of a foreign bill of exchange is regulated in all essential matters by the law of the place where. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഫോറിൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫോറിൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഡ്രോ ചെയ്തിട്ടുള്ളത് ഒരു കൺട്രിയിലും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കൺട്രിയിലായിരിക്കും, അല്ലെങ്കിൽ പേയബിൾ ഇൻ അനദർ കൺട്രി. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ 2 കൺട്രീസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ 2 രാജ്യത്തിലെയും നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഈ സമയത്താണ് നമ്മൾ ഡ്രോവറിന് ഏത് കൺട്രിയിലെ നിയമങ്ങളാണ് ബാധകം, ഡ്രോയിക്ക് ഏത് കൺട്രിയിലെ നിയമങ്ങളാണ് ബാധകം, ഇത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പം നോക്കാം, ചോദിച്ചിട്ടുള്ളത് ഡ്രോവർ ഓഫ് എ ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഒരു ഫോറിൻ ബില്ലിൻ്റെ ഡ്രോവറിന് ഏത് രാജ്യത്തിലെ നിയമങ്ങളാണ് അവരുടെ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്ലിക്കബിൾ ആവുന്നത്? ഫസ്റ്റ് വൺ, ദ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ബീൻ നെഗോഷിയേറ്റഡ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ഏത് രാജ്യത്തിൽ വെച്ചാണോ നെഗോഷിയേറ്റ് ചെയ്തത് അവിടെ. Then the instrument has been endorsed. The instrument is payable. The instrument is made. Answer എന്താ? ഡ്രോവറിൻ്റെ ലയബിലിറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, ഡ്രോവർ ഇസ് ദ പേഴ്സൺ ഹു ഡ്രോസ് ഓർ മേക്സ് ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ആര്? ഡ്രോവർ. മേക്കറാണ് ഡ്രോവർ. ഓക്കെ, സോ ആൻസർ എന്താ വരാ? ഏത് രാജ്യത്തിലാണോ ആ ഇൻസ്ട്രുമെൻറ്റ് ഡ്രോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മേക്ക് ചെയ്തിട്ടുള്ളത് ആ രാജ്യത്തിലെ നിയമങ്ങളാണ് ബാധകം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, where the instrument is made. Next question. When a bill is said to be dishonored. ഒരു ബില്ല് ഡിസോണർ ആയി എന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? 2 രീതിയിലാണ് ഡിസോണർ സംഭവിക്കുക. ഒന്ന് ഡിസോണർ ഡ്യൂ ടു നോൺ ആക്സെപ്റ്റൻസ്, 2 ഡിസോണർ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ്. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസോണർ ആവും, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആണ്, പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഡിസോണർ ആവും. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് വൺ, where presentment is excused and the bill is not accepted. Bill accept ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി, one of several drawees makes default in acceptance upon being duly required to accept the bill. ഓക്കെ, ഒരുപാട് ഡ്രോയീസ് ഉണ്ട്, അതിൽ ഒരു ഡ്രോയി എന്ത് ചെയ്തിട്ടില്ല? ആക്സെപ്റ്റൻസ് നടത്തിയിട്ടില്ല. ഓപ്ഷൻ സി, ബൈ നോൺ ആക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി. ഡ്രോയി നോൺ ആക്സെപ്റ്റൻസ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓൾ ഓഫ് ദ എബവ്. 3 കേസിലും പറയുന്നത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. നോൺ ആക്സെപ്റ്റൻസ് ആണ് 3 ഓപ്ഷൻസിലും
മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാ വരാ? ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, മൂന്നിലും ഡിസോണർ ഡ്യൂ ടു നോൺ ആക്സെപ്റ്റൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the liabilities of a collecting banker? To serve notice of dishonor to the customer so that customer can claim the amount from his debtors. എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കുക. അതായത് കളക്റ്റിംഗ് ബാങ്കർ എന്ന് പറയുന്നത് ആരാണ്? കളക്റ്റിംഗ് ബാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ബാങ്കിൻ്റെ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനമോ എന്തെങ്കിലും ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചെക്ക് സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെക്ക് റിസീവ് ചെയ്യുന്ന സമയത്താണ് ആ പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ബാങ്ക് ആരായിട്ട് മാറുന്നത്? കളക്റ്റിംഗ് ബാങ്കറായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ കളക്റ്റിംഗ് ബാങ്കർ എന്താ ചെയ്യുക? കളക്ട്സ് മണി ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിന് വേണ്ടിയിട്ട് ഈ ബാങ്കർ എന്ത് ചെയ്യും? ക്യാഷ് കളക്ട് ചെയ്യും. ഇതാണ് കളക്റ്റിംഗ് ബാങ്കർ. ഓക്കെ, അപ്പോൾ കളക്റ്റിംഗ് ബാങ്കറിൻ്റെ ലയബിലിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കണം. ആർക്ക്? കസ്റ്റമറിന്. സോ ദാറ്റ് ദ കസ്റ്റമർ ക്യാൻ ക്ലെയിം ദ എമൗണ്ട് ഫ്രം ഹിസ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, നമുക്കൊരാൾ ചെക്ക് തന്നു. അപ്പോൾ നമ്മൾ ഈ ചെക്ക് ബാങ്കിൽ കൊടുത്തു. ബാങ്ക് എന്ത് ചെയ്യും? എമൗണ്ട് കളക്ട് ചെയ്യും. അപ്പോൾ ബാങ്ക് കളക്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് ആ ചെക്ക് ഡിസോണറായി എന്ന് വിചാരിക്കുക. അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കളക്ഷൻ നടത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം? നമ്മളത് അറിയിക്കണം, കസ്റ്റമറിനെ അറിയിക്കണം. എന്നാൽ മാത്രമേ കസ്റ്റമറിന് ക്യാഷ് തരാനുള്ള ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലയബിലിറ്റി ആണ്. സെക്കൻഡ് വൺ, ടു പ്രസൻറ്റ് ചെക്ക് വിത്തിൻ എ റീസണബിൾ ടൈം എൽസ് ലയബിൾ ഫോർ ഡാമേജസ്. ഒരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ റീസണബിൾ ടൈമിൽ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, ഒരുപാട് ഡിലേ വരുത്താണ്ട് അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിന് ലയബിലിറ്റി ആർക്കുണ്ടാവും? ബാങ്കറിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ബാങ്കിനെ സംബന്ധിച്ചൊരു ലയബിലിറ്റിയാണ്. ദെൻ ടു ഹാൻഡ് ഓവർ ദ പ്രൊസീഡ്സ് ആഫ്റ്റർ ദ റിയലൈസേഷൻ വിത്തൗട്ട് ഡിലേ. കസ്റ്റമറിനുള്ളൊരു എമൗണ്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വൈകിപ്പിക്കാണ്ട് ഡിലേ വരുത്താതെ അത് കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ലയബിലിറ്റി ബാങ്കറിനുണ്ടെന്നാണ് പറയുന്നത്. മൂന്നും ആരുടെ ലയബിലിറ്റീസ് ആണ്? കളക്റ്റിംഗ് ബാങ്കറിൻ്റെ ലയബിലിറ്റീസ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where the holder of an instrument endorses it in a matter that does not incur any liability as an endorser, such endorsement is called. Does not incur any liability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഏതാ വരിക? സാൻസ് റീകോഴ്സ് ആണ് വരിക. ഓക്കെ, സാൻസ് റീകോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ സാൻസ് ഫ്രേസും ഉണ്ട്. സാൻസ് റീകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ലയബിലിറ്റി. ഓക്കെ, ലയബിലിറ്റി ഉണ്ടാവില്ല. അതേസമയം സാൻസ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എക്സ്പെൻസ് ഇല്ലാണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഡസ് നോട്ട് ഇൻകർ എനി ലയബിലിറ്റി എന്നാണ്. ലയബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ആൻസർ ഏതാ വരിക? സാൻസ് റീകോഴ്സ് ആണ് വരിക. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ. പിന്നെ തന്നിട്ടുള്ളത് കണ്ടീഷണൽ, ഫാക്കൾട്ടേറ്റീവ്, റെസ്ട്രിക്റ്റീവ് ആണ്. ഇതൊന്നും അല്ല വരിക. വിത്തൗട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ് റീകോഴ്സ്, വിത്തൗട്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ് ഫ്രേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a promissory note, bill of exchange or check payable to order is negotiable. ഓക്കെ, എങ്ങനെയാണ് നെഗോഷ്യബിലിറ്റി വരുന്നത്? ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി ദെയർ ഓഫ്, ബൈ ദ ഹോൾഡർ, ബൈ എൻഡോഴ്സ്മെൻറ്റ്, ബൈ ഡെലിവറി ദെയർ ഓഫ്, നൺ ഓഫ് ദ എബവ്. ഓക്കെ, നമുക്കൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരാളിലേക്ക് നെഗോഷ്യബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് അവരുടെ കയ്യിലേക്ക് കൈമാറണം. അതിനാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുക. ഓക്കെ, അത് മാത്രം പോരാ, പുറകു വശത്ത് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യും വേണം. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റും വേണം, ഡെലിവറിയും വേണം. സോ ആൻസർ എന്താ? ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി ദെയർ ഓഫ്, ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the day on which a promissory note or bill of exchange is at maturity is a public holiday, the instrument shall be deemed to be due. ഓക്കെ, നമ്മളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണ്. ഓക്കെ, ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ജനുവരി 26 ഒരു പബ്ലിക് ഹോളിഡേയിലാണ് നമുക്ക് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? ദ ഇൻസ്ട്രുമെൻറ്റ് ഷാൾ ബി ഡീംഡ് ടു ബി ഡ്യൂ. എന്നാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഡ്യൂ ആവുന്നത്? ഓൺ ദ സെയിം ഡേ, അന്ന് തന്നെ, ഹോളിഡേയിൽ തന്നെയാണ് വരാമെന്ന് പറഞ്ഞത്. ദെൻ ഓൺ ദ പ്രിസീഡിങ് ബിസിനസ് ഡേ, തൊട്ട് മുൻപത്തെ ബിസിനസ് ഡേ. ദെൻ ഓൺ ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം. ഓൺ ദ സക്സീഡിങ് ബിസിനസ് ഡേ, പിന്നെ വരുന്ന ബിസിനസ് ഡേ. ഓക്കെ, ആൻസർ വരുന്നത് ഏതാ? പബ്ലിക് ഹോളിഡേ എന്ന് പറയുമ്പം അൺഎക്സ്പെക്റ്റഡ് ആണോ? അല്ല, പെട്ടെന്ന് വരുന്നൊരു അവധിയല്ല.
നേരത്തെ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോളിഡേയ്സ് ആണെങ്കിൽ നാഷണൽ ഹോളിഡേയ്സിനൊക്കെ എന്നാ ചെയ്യേണ്ടത്? മുൻപത്തെ ദിവസം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രിസീഡിങ് ബിസിനസ് ഡേ എന്ന് പറയാനുള്ള കാരണം, സപ്പോസ് ഈ പറയുന്ന പബ്ലിക് ഹോളിഡേ വരുന്നത് മൺഡേ ആണ് വിചാരിക്കാം, തൊട്ട് തലേ ദിവസം സൺഡേ ബിസിനസ് ഡേ അല്ല, ഓൾറെഡി ഹോളിഡേ ആണ്. അപ്പോൾ അതിനും തലേ ദിവസം ശനിയാഴ്ചയാണ് എന്ത് ചെയ്യേണ്ടത്? പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഏതാ വരാം? ഓൺ ദ പ്രിസീഡിങ് ബിസിനസ് ഡേ. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A negotiable instrument dated 30th August 2017 is made payable 3 months after date. What will be the maturity date? ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 30-നാണ്. ടേം എന്ന് പറയുന്നത് 3 മാസമാണ്. അങ്ങനെയാണെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 30 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പോൾ നവംബർ 30 ആകുമ്പോഴേക്കും 3 മാസം കഴിയും. നവംബർ 30 ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി? അല്ല. പിന്നെ നമ്മൾ 3 ദിവസം എന്ത് ചെയ്യും? ഡേയ്സ് ഓഫ് ഗ്രേസും കൂടെ അലോ ചെയ്ത് കൊടുക്കും. അപ്പോൾ നവംബർ 30 കഴിഞ്ഞാൽ ഡിസംബർ 1, ഡിസംബർ 2, ഡിസംബർ 3. സോ ആൻസർ എന്നാ വരാം? 3rd ഡിസംബർ. ഓപ്ഷൻ സി ആണ് വരാം. ഓക്കെ, 3rd ഡിസംബർ 2017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്ട്രുമെൻറ്റ് എൻടൈറ്റിൽഡ് ടു പീരിയഡ് ഓഫ് ഗ്രേസ് ഈസ്? ഡേയ്സ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ പീരിയഡ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന 3 ദിവസം അഡീഷണലി കിട്ടുന്നത് എങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിനാണോ? എ ബിൽ ഓർ നോട്ട് പേയബിൾ ഓൺ ഡിമാൻഡ്, എ ചെക്ക്, എ ബിൽ ഓർ നോട്ട് ഇൻ വിച്ച് നോ ടൈം ഈസ് മെൻഷൻഡ്, എ ബിൽ ഓർ നോട്ട് പേയബിൾ ആഫ്റ്റർ സൈറ്റ്. ഓക്കെ, ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഇൻസ്ട്രുമെൻറ്റ് എൻടൈറ്റിൽഡ് ടു പീരിയഡ് ഓഫ് ഗ്രേസ്. പീരിയഡ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ബില്ലിനാണ് എന്തുണ്ടാവുക? പീരിയഡ് ഓഫ് ഗ്രേസ് ഉണ്ടാവും. പീരിയഡ് ഓഫ് ഗ്രേസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്നാണോ നമ്മൾ പേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിനോട് കൂടെ 3 ദിവസം കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ പേ ചെയ്യാൻ പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്പെസിഫിക് ടേം അല്ലെങ്കിൽ സ്പെസിഫിക് ഡേറ്റ് ഉള്ള ഒരു ബില്ലിന് മാത്രമേ അല്ലെങ്കിൽ ഒരു നോട്ടിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് വൺ പേയബിൾ ഓൺ ഡിമാൻഡ് ആണ്, ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് ചെക്കാണ്, ചെക്കിനും ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ടാവില്ല. ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എ ബിൽ ഓർ നോട്ട് ഇൻ വിച്ച് നോ ടൈം ഈസ് മെൻഷൻഡ്. ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഡിമാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അതിലും ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ടാവില്ല. ലാസ്റ്റ് വൺ എ ബിൽ ഓർ നോട്ട് പേയബിൾ ആഫ്റ്റർ സൈറ്റ്. ആഫ്റ്റർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടേം ബില്ലാണ്. ടേം ബിൽ ഈസ് ഓൾസോ കോൾഡ് ആഫ്റ്റർ സൈറ്റ് ബിൽ. കണ്ടതിന് ശേഷം എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റൻസിന് ശേഷം. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ടേം ഉള്ള ബില്ലുകളാണ് ആഫ്റ്റർ സൈറ്റ് ബിൽസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ സൈറ്റ് ബിൽ അല്ലെങ്കിൽ ആഫ്റ്റർ സൈറ്റ് നോട്ടിലാണ് എന്തുണ്ടാവുക? ഡേയ്സ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ പീരിയഡ് ഓഫ് ഗ്രേസ് അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എ ബിൽ ഓർ നോട്ട് പേയബിൾ ആഫ്റ്റർ സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a promissory note or bill of exchange are payable in which no time for payment is specified. Okay, when a promissory note or bill of exchange are payable in which no time for payment is specified. എന്നാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് സമയം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബില്ലിൽ അല്ലെങ്കിൽ ഒരു നോട്ടിൽ എന്നാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ദേ ആർ പേയബിൾ വിത്തിൻ 3 months, 3 മാസത്തിനകം. ദേ ആർ പേയബിൾ വിത്തിൻ 6 months, 6 മാസത്തിനകം. ദേ ആർ പേയബിൾ ഓൺ ഡിമാൻഡ്, ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത്. ദേ ആർ പേയബിൾ വിത്തിൻ എ റീസണബിൾ ടൈം, വിത്തിൻ എ റീസണബിൾ ടൈം, ഒരുപാട് വൈകാണ്ട് റീസണബിൾ ആയിട്ടുള്ളൊരു സമയത്തിനുള്ളിൽ. ഇതാണ് ഓപ്ഷൻസ്. ആൻസർ ചെയ്താൽ വരാം? ദേ ആർ പേയബിൾ ഓൺ ഡിമാൻഡ്. ഓക്കെ, ടൈം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് ചെയ്യണം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a promissory note, bill of exchange or check is transferred to any person so as to constitute the person the holder thereof, the instrument is said to be. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ബില്ലായിക്കോട്ടെ അല്ലെങ്കിൽ നോട്ടായിക്കോട്ടെ, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹോൾഡറാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി, നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്തു എന്നാണ് പറയുക? മോഡ്ഗേജ്ഡ്, അസൈൻഡ്, നെഗോഷിയേറ്റഡ്, പ്ലെഡ്ജ്ഡ്. ആൻസർ എന്താ? negotiate. Okay, answer option C. Next question. A promissory note, bill of exchange or check is payable dash which is expressed to be so payable or on which the only or last endorsement is an endorsement in blank. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു നോട്ടോ ബില്ലോ അല്ലെങ്കിൽ ചെക്കോ ആയിക്കോട്ടെ, എപ്പോഴാണ് പേയബിൾ ആവുന്നത്? സിറ്റുവേഷൻ എന്താ തന്നെ? വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ടു ബി സോ പേയബിൾ. ഒന്നുകിൽ അങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്,
അല്ലെങ്കിൽ ഓർ ഓൺ വിച്ച് ദ ഓൺലി ഓർ ലാസ്റ്റ് എൻഡോഴ്സ്മെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഒന്നുകിൽ ഈ ഒരു എൻഡോഴ്സ്മെൻറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഏത് എൻഡോഴ്സ്മെൻ്റ് ആണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നടന്ന എൻഡോഴ്സ്മെൻറ്റ് ഏതാണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണ്. അതാണ് പറയുന്നത് ഓൺലി ഓർ ലാസ്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ഈസ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് നടന്നിട്ടുള്ള ഒരേ ഒരു എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്ന എൻഡോഴ്സ്മെൻറ്റ് ഏതാണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എമൗണ്ട് പേയബിൾ ആവുന്നത്? പേയബിൾ ടു ഓർഡർ ആണോ, പേയബിൾ ടു ബെയറർ ആണോ, ദെൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഹോൾഡർ? എങ്ങനെ ആൻസർ വരാം? ഇറ്റ് ഈസ് പേയബിൾ ടു ബെയറർ. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകുവശത്ത് നമ്മൾ സൈൻ മാത്രം ചെയ്തിട്ട് എൻഡോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് വീണ് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കളക്ട് ചെയ്യാം, പേ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ദ എമൗണ്ട് ഈസ് പേയബിൾ ടു ദ ബെയറർ. ആരാണോ ഇൻസ്ട്രുമെൻറ്റ് ബെയർ ചെയ്തിട്ടുള്ളത്, ആരുടെ കയ്യിലാണോ ഉള്ളത്, അവർക്ക് എന്ത് ചെയ്യാം? പേ ആയിട്ട് ആക്ട് ചെയ്യാം. സോ ദ എമൗണ്ട് ഈസ് പേയബിൾ ടു ദ ബെയറർ. ആൻസർ ഓപ്ഷൻ ബി. Next question. A promissory note, bill of exchange or check drawn or made out of India and made payable in or drawn upon any person resident in India shall be deemed to be. ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡ്രോ ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് പേയബിൾ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ പേയബിൾ ടു എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഈസ് ആൻ ഇൻകോയിറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഈസ് എ ഫോറിൻ ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഈസ് ആൻ ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഏതാ വരിക? ഫോറിൻ ഇൻസ്ട്രുമെൻ്റ് ആണ് വരിക. ഓക്കെ, ഔട്ട് ഓഫ് ഇന്ത്യ ഡ്രോ ചെയ്തു, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ പേയബിൾ ആണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെന്ത് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും? ഫോറിൻ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is entitled at the time of loss or destruction of a note, bill or check? ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ബില്ല്, ഒരു ചെക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ആർക്കാണ് എൻടൈറ്റിൽമെൻറ്റ് കിട്ടുന്നത്? ആർക്കാണ് ഇവിടെ അവകാശങ്ങളുള്ളത്? ആർക്കാണുള്ളത്? ആരുടെ കയ്യിൽ നിന്നാണോ ലോസ് ആയത് അവർക്കാണ്, അല്ലേ? അപ്പോൾ ആൻസർ ചെയ്താൽ വരാം ഹോൾഡറാണ് വരിക. ഡ്രോയി, ഡ്രോവർ, ഹോൾഡർ, പേ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ശരിക്കും കിട്ടാനുണ്ടായിരുന്നത് ആർക്കാണ്? ഹോൾഡറിനാണ്. ഓക്കെ, അപ്പോൾ എൻടൈറ്റിൽമെൻറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഹോൾഡറിനാണ് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചെക്ക് ഈസ് എ ഡാഷ് ഡ്രോൺ അപ്പോൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡ്രോൺ അപ്പോൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആണ്, പേയബിൾ ഓൺ ഡിമാൻഡ് ആണ്. ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, ചെക്ക് എന്ന് പറയുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ്. പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. Check is a bill of exchange. Next question. The NI Act 1881 came into force with effect from. NI Act passed in the year 1881 ആണ്. 1881 വരുന്നു. Then came into force. പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 1882 മാർച്ച് 1st. ഓക്കെ, 1st മാർച്ച് ആണ് വരുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് മാർച്ച് 1882. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A promissory note is an instrument to pay a certain sum of money. Okay, promissory note എന്താ പറയുന്നത്? It is an instrument to pay a certain sum of money. ഇത്ര എമൗണ്ട് തരാം. To the order of a certain person or to the bearer of the instrument. ആണോ? അതല്ല, to the bearer ആണോ? To the order of ആണോ? None of the above ആണോ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഒന്നുകിൽ to the bearer അല്ലെങ്കിൽ to the order of a certain person. ഓക്കെ, to the order അല്ലെങ്കിൽ to the bearer ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nature of promissory note is. It contains an unconditional order to the drawer to pay the payee. It contains an unconditional promise by maker to pay the payee. It is drawn on specified banker to pay on demand. None of the above. ആൻസർ ഏതാ വരാം? ഓപ്ഷൻ ബി ആണ്. It contains an unconditional പ്രോമിസ്. ആരാ പ്രോമിസ് ചെയ്യുന്നത്? മേക്കർ. ആർക്ക് പേയ്മെൻറ്റ് ചെയ്യാന്നാ പറയുന്നത്? ടു പേ ദ പേയി. സോ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബിൽ ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഈസ് കോൾഡ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ആക്സെപ്റ്റൻസിന് മുൻപ് നമ്മൾ എന്താണ് വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ്. ആക്സെപ്റ്റൻസിന് ശേഷമാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള പേരിലേക്ക്
ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്നത്. അതുവരെ നമ്മൾ എന്താ പറയുക, ഡ്രാഫ്റ്റ് എന്നേ പറയുള്ളൂ. ഓക്കെ, സോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബിൽ വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച്ഡ് ഈസ്. പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ലാത്ത, എൻക്ലോഷർ ഒന്നും ഇല്ലാത്ത ഒരു ബില്ലാണെങ്കിൽ ആ ബില്ലിനെ നമ്മൾ എന്താണ് വിളിക്കുക? ക്ലീൻ ബിൽ, ഡോക്യുമെൻ്ററി ബിൽ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. ആൻസർ ചെയ്താൽ വരാം ഓപ്ഷൻ എ ആണ് ക്ലീൻ ബിൽ. ഓക്കെ, ഡോക്യുമെൻ്ററി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ബില്ലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തുണ്ടാവും, ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. ഓക്കെ, ഇത്രയാണ് NI ആക്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്.